അസ്സലാമു അലൈക്കും. ജലീൽ കണ്ണമംഗലാണ് ജിദ്ദയിൽ നിന്ന്. സൗദിയിൽ ഒരുപാട് ആളുകൾ കച്ചവടം തുടങ്ങിയിട്ട് ബഗാല, സൂപ്പർ മാർക്കറ്റ്, റെസ്റ്റോറൻറ്റ്, ബൂഫി അതൊക്കെ തുടങ്ങിയിട്ട് പല ആളുകളും ഇപ്പോഴും ആശങ്കയിലാണ്, പേടിയിലാണ്. ഈ സ്ഥാപനം നഷ്ടപ്പെടുമോ പേടിയുണ്ട് പലർക്കും. അതായത് അവരുടെ പാർട്ട്ണർമാർ ഈ സ്ഥാപനം പിടിച്ചടക്കുമോ എന്നുള്ള പേടി പല ആളുകൾക്കും ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മളറിയാതെ പാർട്ട്ണർമാർ, നമ്മളെ മലയാളികളായ അല്ലെങ്കിൽ വിദേശികളായ പാർട്ട്ണർമാരറിയാതെ ലോൺ എടുത്ത് വഞ്ചിക്കപ്പെട്ട ആളുകളുണ്ട്. എന്നതുപോലെ തന്നെ നമ്മൾ സൗദി സ്റ്റാഫ് മരിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ സൗദി പാർട്ട്ണർ മരിച്ചാൽ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് അറിയാത്ത ആളുകളുമുണ്ട്. ഇങ്ങനെയുള്ള നിയമ പ്രശ്നങ്ങൾ മൂലം ഒരുപാട് പരാതികൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനുള്ള ഒരു പരിഹാരം എന്ത് എന്നതാണ് ഇന്ന് നമ്മൾ അന്വേഷിക്കുന്നത്. എനിക്കൊപ്പം ഉള്ളത് നാസർ ടി എം പുരമുണ്ട്, ഷിഹാബ് വിളയിലുണ്ട്, അതോടൊപ്പം തന്നെ സൗദിയിലെ നിയമ വിദഗ്ധനായ ഫൈസൽ ജഹ്റാനി നമ്മളോടൊപ്പം ഉണ്ട്. എമറാൾഡ്, ജിദ്ദയിലുള്ള എമറാൾഡ് ബിസിനസ് കൺസൾട്ടൻസിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ നേരെ വിഷയത്തിലേക്ക് കിടക്കാം. നാസർക്ക, നമ്മൾ ആളുകൾ നിരന്തരം പരാതികളേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾക്ക് അവരുടെ സ്ഥാപനം നഷ്ടപ്പെടുമോ എന്നുള്ള പരാതിയില്ല. സ്ഥാപനം നഷ്ടപ്പെട്ടു, അവരറിയാതെ നഷ്ടപ്പെട്ടു. അത് അവരുടെ എഗ്രിമെന്റ് സൈൻ ചെയ്ത് കൊടുത്തുള്ള പ്രശ്നമായിരിക്കാം. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇതിനൊക്കെ ഉള്ള ഒരു പരിഹാരമാണ് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ നോക്കി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് ഇതിന്റെ പ്രശ്നങ്ങൾ എന്താണ്, അതിനുള്ള പരിഹാരം എന്താണ്? ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഈ OTP കൊടുക്കുക. നമ്മളറിയാതെ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും OTP വരും. അത് നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്തിനാ അത് വന്നിരിക്കുന്നത് അറിയാതെ പല ആളുകളും അറിയാതെ അത് കൊടുത്തു പോയി കഴിഞ്ഞാൽ പിന്നീട് അത് ഒന്നുകിൽ ഇപ്പോൾ തന്നെ അടുത്തൊരു സംഭവം ഉണ്ടായി. വിചാരി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു OTP വന്നു, അവർ അയാളെ തെറ്റിദ്ധരിക്കപ്പെട്ടു. OTP വന്നു, വൺ ടൈം OTP തരണം എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. പക്ഷെ OTP ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല. അവർ കൊടുത്തു, ഇയാളെ അറിയാതെ ആ എഗ്രിമെന്റ് ഇയാളെ പേരിൽ സൈൻ ചെയ്തു. അങ്ങനെ ആളുകൾ നിയമക്കുരുക്കിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഒന്ന് അക്കത്തേസിസ് ഉണ്ട്, അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് ഉണ്ട്. ഇതുപോലുള്ള വിഷയങ്ങളിലൊക്കെ ശ്രദ്ധിക്കാത്തൊരു വിഷയം. കാരണം പല പാർട്ട്ണർമാരും OTP ചോദിക്കും, ഏതിനാണ് എന്നൊന്നും അറിയാതെ ആളുകൾ കൊടുത്തു പോകും. അങ്ങനെ പറ്റിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഇതിനുള്ള ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ നിങ്ങളടുത്ത് അതിനുള്ള ഇപ്പോൾ നിയമകാര്യങ്ങളൊക്കെ നിങ്ങളടുത്തേക്ക് വരുന്നുണ്ടല്ലോ, ഇതിലെ പരാതികൾ, അതിന്റെ പരിഹാരം നിങ്ങളടുത്തുണ്ട്? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ മാത്രമല്ല ഇതൊരു കൺസൾട്ടൻസി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പല ആളുകളും ഇത് കൊടുത്തു പോകുന്ന അറിവില്ലായ്മയാണ്. ഇത് കൊടുത്താൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ അറിയില്ല. ഓക്കെ. പിന്നെ അതോടൊപ്പം തന്നെ ഈ ലോണ് ഇപ്പോൾ 25% അല്ലെങ്കിൽ 50% പാർട്ണർഷിപ്പുള്ള ആളുകൾ, നമ്മൾ ഈ വിദേശികളായ ഇൻവെസ്റ്റർ അറിയാതെ ലോൺ എടുത്തിട്ടുണ്ടാവും. അതെ, എന്തെങ്കിലുമൊക്കെ ബാധ്യതകൾ വരുന്ന പിന്നീടാണ് നമ്മളത് അറിയുന്നത്. നമ്മളെ പേരിൽ, സ്ഥാപനത്തിന്റെ പേരിൽ ലോൺ എടുത്തിട്ടുണ്ടാവും. അതെ. ഇപ്പോൾ കുറേ ആളുകൾ അങ്ങനെ കുടുങ്ങിയിട്ടുണ്ട്. ഇതിനൊക്കെ ഇനി എങ്ങനെ അതിനെ നേരിടുക? അതിനൊക്കെ നിയമപരമായി നേരിടുക എന്നല്ലാതെ ഒന്ന് ആദ്യം ശ്രദ്ധിക്കാത്തതിന്റെ പ്രശ്നം തന്നെ, ശ്രദ്ധിക്കാത്തൊരു പ്രശ്നമാണ്. ശ്രദ്ധിക്കാത്ത പല ആളും OTP അങ്ങനെ പെട്ട ആളുകൾക്ക് അത് നേരിടാനുള്ള മാർഗങ്ങളുണ്ട്. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നെ ഷിയാബിലേക്കും നമുക്കൊന്ന് ഷിയാബ് ഒന്ന് ഈ കാര്യങ്ങൾ ഒന്നുകൂടി ഇതിൽ ആഡ് ചെയ്യാനെങ്കിൽ ഒന്ന് വിശദീകരിച്ചാൽ നന്നാവും. വളരെ സന്തോഷം. വെൽക്കം 24 ചാനൽ. നമുക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ നാസർക്ക പറഞ്ഞതും ജലീലിൻ്റെ ചോദ്യം ഒന്നുകൂടി ഞാൻ എടുത്ത് പറയാണ്. ഒരു കമ്പനി ഇപ്പോൾ നമ്മുടെ അടുത്ത് വന്നു, അവരുടെ സ്പോൺസർ അല്ലെങ്കിൽ അവരുടെ സ്പോൺസർ എന്ന് പറയാൻ പറ്റില്ല, അവരുടെ പാർട്ട്ണർ ഈ നാട്ടുകാരനാണ്. അയാൾ വലിയൊരു ഒരു 17-18 ലക്ഷം റിയാൽ അവരറിയാതെ ലോൺ എടുത്തു. അപ്പോൾ ഇതിൻ്റെ OTP അല്ലെങ്കിൽ ഇതിനുള്ള റൈറ്റ്സുകളുണ്ട്. ഒരു ഇൻവെസ്റ്റർ അവർക്ക് ചെയ്യേണ്ട റൈറ്റ്സുകൾ, ബാങ്ക് ചെക്ക് സൈൻ ചെയ്യാൻ, റീ എൻട്രി അടിച്ചു കൊടുക്കാൻ, അത് പാർട്ട്നേഴ്സിനിടയിൽ ഷെയർ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മഹാഭൂരിഭാഗവും സിംഹഭാഗവും ഇയാളെ കയ്യിലായതുകൊണ്ട് തന്നെ അയാൾക്ക് ആ ലോൺ എടുക്കാനും കഴിഞ്ഞു. പക്ഷെ സംഭവിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ആ ജോയിൻ്റ് അക്കൗണ്ടിൽ നിന്നും ആ ലോൺ എടുത്ത തുകയുടെ ഇൻസ്റ്റാൾമെൻറ്റ് ഭാഗങ്ങൾ പോകുമ്പോഴാണ് ഈ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഈ കൂടെയുള്ള നമ്മുടെ നാട്ടുകാരറിയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചതികൾ പെടാതിരിക്കാൻ എപ്പോഴും അക്കൗണ്ട്സ് പോലത്തെ കാര്യങ്ങൾക്ക് റൈറ്റ്സ് എപ്പോഴും നമ്മളെ കയ്യിലായിരിക്കും നന്നായിരിക്കും. നേരത്തെ നാസർക്ക പറഞ്ഞ പോലെ ഒരു കൺസൾട്ടൻസിയെ നിങ്ങൾ സമീപിക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് അറിയാൻ പറ്റുക.
അതുമല്ല നമുക്ക് ഫർദർമോർ ലീഗലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത് തുടങ്ങിയതിന് ശേഷമാണല്ലോ പല അനുഭവങ്ങളുണ്ടാവുക. അതിനെ നേരിട്ട് കോടതിയിൽ അറിയിക്കാനും അവതരിപ്പിക്കാനും അതിൻ്റെ നീതി മേടിക്കാനൊക്കെ ആയിട്ട് നമ്മളൊപ്പം ഫൈസൽ സഹ്റാനി ഈ മേഖലയിൽ വളരെയധികം തള്ളികൾക്കെതിരെ വ്യക്തിത്വമാണ് നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഫർദർമോർ ഒരു ലോയേഴ്സിൻ്റെ ടീം തന്നെ നമ്മളെ കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും ഫൈസലിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ നേരിടുന്ന മറ്റൊരു നിയമ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ സൗദി സ്റ്റാഫ് മരിച്ചാൽ അപ്പോൾ അതിനെ ഏത് രൂപത്തിൽ നേരിടണം എന്ന് പല ആളുകൾക്കും അറിയില്ല. അതൊന്ന് കുടുങ്ങി പോകുന്നുണ്ട്. പല ആളുകൾക്കും അതിൻ്റെ നിയമം കേവലം ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാം തീർന്നു എന്ന് കരുതിയിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അത് ശരിക്കും അതിൻ്റെ വസ്തുത എന്താണ്, എങ്ങനെ അതിനെ അത്തരം പ്രശ്നങ്ങൾക്ക് നമുക്ക് നേരിടാൻ പറ്റും? തീർച്ചയായിട്ടും അതിന് വളരെ എളുപ്പത്തിൽ പറയാനുള്ളത് ആ ചെയ്യുന്ന ബിസിനസിൻ്റെ രൂപം നമുക്ക് കിട്ടണം. പിന്നെ അവരുടെ ബാങ്ക് അല്ലെങ്കിൽ അവരുടെ എവിടേക്കാണ് അവർക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള അക്കൗണ്ടബിൾ ആയിട്ട് അവർ ലോക്കായി കിടക്കുന്നുള്ള വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ ലീഗൽ അഡ്വൈസർ ഇത് കോർട്ടിലേക്ക് ഫോർവേഡ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് കൃത്യമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യാത്തതിന്റെ പേരിൽ അത് ഞാൻ പറയാം. അത് നല്ലൊരു ചോദ്യമാണ്. ഇപ്പോൾ നമ്മളെ ഒരു സ്റ്റാഫ് ഒരു എംപ്ലോയറുടെ ഒരു എംപ്ലോയി ഒരു ഇൻ ഡ്യൂട്ടിയിൽ അല്ലെങ്കിൽ അയാൾ ജോലിയുള്ള ആ സമയത്ത് ഇങ്ങനെ മരണപ്പെടുന്നത് ചെയ്തു കഴിഞ്ഞാൽ വിത്തിൻ 10 ഡേയ്സിൻ്റെ ഇടയിൽ ഇത് തെമീൻ ഇസ്മായിലേക്ക് നമ്മുടെ ഗോസിയിൽ റിപ്പോർട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താണോ ഇയാൾ ഹോസ്പിറ്റലിലായിട്ട് ഇൻഷുറൻസിനായി 1-2 ലക്ഷം റിയാലായിരിക്കാം, 5 ലക്ഷം റിയാലായിരിക്കാം, അത് ഈ എംപ്ലോയർ കൊടുക്കേണ്ടി വരും. ഇപ്പം അങ്ങനത്തെ കേസുകളൊക്കെ നമ്മൾ മുന്നിൽ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ഏത് ഇൻഷുറൻസ് കമ്പനി ഞങ്ങളിത് ഏറ്റെടുത്തോളം എന്ന് പറയുമ്പോഴും നമ്മളുടെ ആ മിസൈൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റർ ആയിട്ടുള്ള ആൾ അയാളുടെ പോർട്ടലിൽ കയറി അത് ഈ റിപ്പോർട്ട് ചെയ്യണം കൃത്യമായിട്ട്. അത് 10 ദിവസത്തിൻ്റെ അകത്തായിട്ടില്ലെങ്കിൽ വലിയ ഒരു ഫൈന് എന്ന് പറഞ്ഞാൽ ഈ ഇൻഷുറൻസ് തുക മുഴുവൻ എംപ്ലോയർ അടയ്ക്കേണ്ടി വരുന്നതായിട്ടാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതിനെയും ടാക്കിൾ ചെയ്യാൻ ഞങ്ങളുടെ ലീഗൽ ടീം വളരെ സുസജ്ജമാണ്. അപ്പോൾ നമുക്ക് ഇനി എനിക്ക് തോന്നുന്നു ഫൈസൽ സഹ്റാനിൻ്റെ അടുത്തേക്ക് പോകാം. ഇവർ ഈ ഇത്രയും നിയമ കാര്യങ്ങളൊക്കെ ധൈര്യപൂർവ്വം കൈകാര്യം ചെയ്യുന്ന പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യമാണ്. ഇദ്ദേഹം മാത്രമല്ല, വേറെയും ആളുകൾ നിയമവിദഗ്ധർ ഇവരോടൊപ്പം ഉണ്ട്, സ്വദേശികളായ. അപ്പോൾ അവരോട് തന്നെ ഇത് കുറിച്ചൊന്ന് തീർച്ചയായിട്ടും ഓക്കെ. أهلا يا عوض. فيصل عوض زهراني. اهلا وسهلا، حياك الله، يا اهلا وسهلا. احنا بنخدمهم ان شاء الله في تاسيس الشركات، في اصدار التراخيص الاستثمار، في نقل الملكيات، الاستحواذ على مؤسسات، الاستحواذ على اي منشأة كان يرغب فيها هنا. بنساعد ايضا في اصدار التراخيص، جميع انواع التراخيص مع جميع القطاعات الحكومية. ايضا فيما يخص الجوسي والتأمينات الاجتماعية والاصابات العمالية، في ناس كثير بتجهل الشيء ذا. تمام. أول ما يصير في إصابة أو وفاة أو إصابة عمالية من المفترض إبلاغ التأمينات الاجتماعية اللي هي الجوسي، هي جهة الاختصاص، ويتم متابعة أيضا المعاملة مع التأمينات، لأنه عندك فترة سماع 10 أيام، فيما بعدها حتتحمل غرامات ومبالغ طائلة عليك. خلال كم أيام؟ كله 10 أيام. 10 أيام. أول ما تحدث الإصابة مباشرة لازم تشعر التأمينات الاجتماعية وتتابع معاهم بالمستندات اللازمة عن طريق المستشفى وعن طريق الويب سايت من حساب العميل نفسه. وبالنسبة لجميع القطاعات البقية فالحمد لله يعني احنا متمكنين فيها من ناحية تأسيس الشركات، إصدار التراخيص، ترخيص الاستثمار، التجديد، إدارة ما بعد التأسيس، جميع الأمور هذه الحمد لله نحن متمكنين فيها من فضل الله سبحانه وتعالى، ونتمنى للجميع التوفيق إن شاء الله يا رب. ഓക്കെ. ഇനി ആ കൂട്ടത്തിൽ ഇവന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ആഡ് ചെയ്യാനൊന്നും ഇല്ലല്ലോ? ഇല്ല, തീർച്ചയായിട്ടും ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ പുതിയ പ്രശ്നങ്ങൾ ഓരോ ദിവസം വരുമ്പോൾ നമ്മൾ അതിനെ പഠിക്കാറുണ്ട്. അപ്പോൾ അതാണ് ഇവരെ എമറാൾഡ് ബിസിനസ് കൺസൾട്ടൻസിയുമായി ബന്ധപ്പെട്ടാൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഏത് നിയമ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാവുന്ന സ്വദേശികളായ ഇപ്പോൾ ഈ ഫൈസൽ സഹ്റാനിയെ പോലെ അതോടൊപ്പം തന്നെ വേറെയും ആളുകൾ ഇവരോടൊപ്പം ഉണ്ട്. ഇത് കൈകാര്യം ചെയ്യാൻ പൂർണ്ണ സജ്ജരായി ഇവർ ഇവിടെ ഉണ്ട്. ഏത് നിയമപ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവരെ സമീപിക്കാം എന്നാണ് ഇവർ ഉറപ്പ് നൽകുന്നത്. അസ്സലാമു അലൈക്കും.